1945 രണ്ടാം ലോക മഹായുദ്ധം തുടരുകയാണ്. ലോകം മുഴുവൻ ദശലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചു കഴിഞ്ഞു. പക്ഷേ മനുഷ്യൻ ഇനിയും ഒരു ഭീകരത സൃഷ്ടിക്കുവാൻ പോകുകയായിരുന്നു. ഒരായുധം, ഒരു നഗരത്തെ നിമിഷ നേരങ്ങൾ കൊണ്ട് ഇല്ലാതാക്കുവാൻ സാധിക്കുന്ന ഒരായുധം. ആ സമയത്ത് ജപ്പാൻ തോൽവി എന്തെന്നറിയാതെ യുദ്ധം തുടർന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധം അതിൻ്റെ ഏറ്റവും ഭീകരമായ ഘട്ടത്തിലെത്തി. അതേസമയം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഒരു രഹസ്യ പ്രോജക്റ്റ് നടപ്പാക്കുകയായിരുന്നു. മാൻഹട്ടൻ പ്രോജക്റ്റ്. ലോകത്തിലെ മികച്ച ശാസ്ത്രജ്ഞർ, ഫിസിസ്റ്റുകൾ, സൈനിക ഉദ്യോഗസ്ഥർ ഇവരെല്ലാവരും ചേർന്ന് നിർമ്മിച്ച ഒരു ബോംബ്. അതെ, ലോകത്തിലെ ആദ്യത്തെ അണുബോംബ്. 1945 ഓഗസ്റ്റ് 6 ഹിരോഷിമ ഒരു സാധാരണ ദിവസത്തെ പോലെ ഉണരുകയായിരുന്നു. കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നു, ആളുകൾ ജോലിക്ക് പോകുന്നു, കടകൾ തുറക്കുന്നു, അങ്ങനെ എല്ലാം സാധാരണം. പക്ഷേ ആർക്കും അറിയില്ലായിരുന്നു എന്താണ് സംഭവിക്കാൻ പോകുന്നത്. അവർ ആരും തന്നെ തിരിച്ചറിഞ്ഞിരുന്നില്ല അവരുടെ ജീവിതത്തിലെ അവസാന സാധാരണ ദിവസമാണത്. ഒരു അമേരിക്കൻ ബോംബർ വിമാനം ഹിരോഷിമ നഗരത്തിന്റെ ആകാശത്തെത്തി. അതിൻ്റെ ഉള്ളിൽ ഒരു ബോംബ് മാത്രം. പക്ഷേ അതൊരു സാധാരണ ബോംബായിരുന്നില്ല. രാവിലെ 8:15 ബോംബ് ആ നഗരത്തിന് മുകളിൽ പൊട്ടിത്തെറിച്ചു. അതിനുശേഷം ഹിരോഷിമയുടെ മുകളിൽ രണ്ടാമത്തെ സൂര്യൻ ഉദിച്ചതുപോലെ തോന്നി. അത്ര ഭീകരമായിരുന്നു വെളിച്ചം. കിലോമീറ്ററുകൾ അകലെ നിന്ന് പോലും ജനങ്ങൾ ആ സ്ഫോടനം കണ്ടു. ശക്തമായ ചൂട്, മനുഷ്യന്റെ നിഴലുകൾ ഭിത്തിയിൽ പതിച്ചു. കെട്ടിടങ്ങൾ ഇല്ലാതായി, കണ്ണാടികൾ പൊട്ടിച്ചിതറി. നഗരം നിമിഷ നേരം കൊണ്ടില്ലാതായി. ഭയപ്പെടുത്തുന്ന കാര്യമെന്തെന്നാൽ സ്ഫോടനത്തിന്റെ കേന്ദ്രത്തിലുണ്ടായിരുന്ന പലർക്കും എന്താണ് സംഭവിച്ചതെന്ന് പോലും മനസ്സിലായില്ല. ഈ നിമിഷം അവർ ജീവിച്ചിരുന്നുവെങ്കിൽ തൊട്ടടുത്ത നിമിഷം അവർ ഈ ഭൂമിയിൽ നിന്നും ഇല്ലാതായി. സ്ഫോടനത്തിന് ശേഷം ഹിരോഷിമ ഒരു നഗരം പോലെ ആയിരുന്നില്ല. പുക, തീ, ചാരനിറമായ ആകാശം, പൊള്ളലേറ്റ് നിലവിളിക്കുന്ന ജനങ്ങൾ. മറ്റു ചിലർ കുടുംബാംഗങ്ങളെ തേടുന്നു. ചിലർ എന്താണ് സംഭവിച്ചതെന്ന് പോലും മനസ്സിലാക്കാതെ ഇരിക്കുന്നു. കാരണം മനുഷ്യന് ആ തോതിലുള്ള ഒരു നാശനഷ്ടം മനസ്സിലാക്കാൻ പോലും കഴിയുന്നില്ല കാലത്ത്. പിന്നീട് ഒരു വിചിത്ര സംഭവമുണ്ടായി. ആകാശത്തു നിന്ന് കറുത്ത മഴ പെയ്യാൻ തുടങ്ങി. റേഡിയോ ആക്റ്റീവ് ചാരം കലർന്ന മഴ. അവർക്കാർക്കും തന്നെ അറിയില്ലായിരുന്നു മരണം അവരുടെ ശരീരത്തിനുള്ളിൽ കടന്നിരുന്നു. സ്ഫോടനം നിമിഷ നേരങ്ങൾ കൊണ്ട് ആയിരക്കണക്കിന് ആളുകളെ കൊന്നു. എന്നാൽ റേഡിയേഷൻ ശേഷിച്ച മനുഷ്യരെയും പതുക്കെ കൊല്ലാൻ തുടങ്ങി. ക്യാൻസർ, മറ്റസുഖങ്ങൾ, ജനന വൈകല്യങ്ങൾ. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷവും അവിടെ മരണങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരുന്നു. ഹിരോഷിമയ്ക്ക് ശേഷം ജനങ്ങൾ ഒരു ഭീകര സത്യം മനസ്സിലാക്കി. മുഴുവൻ നഗരങ്ങളെയും ഇല്ലാതാക്കാൻ ശേഷിയുള്ള ആയുധം മനുഷ്യർ കണ്ടെത്തിയിരിക്കുന്നു. ചില ശാസ്ത്രജ്ഞർ വരെ ഭയപ്പെട്ടു. കാരണം മനുഷ്യൻ്റെ ബുദ്ധി മനുഷ്യരാശിക്ക് തന്നെ ഭീഷണിയായേക്കാം എന്നവർ തിരിച്ചറിഞ്ഞു. ഇന്നും ഹിരോഷിമ ഒരു ഭയാനകമായ ഓർമ്മയാണ്. യുദ്ധത്തിൻ്റെ മാത്രമല്ല, മനുഷ്യർ എത്ര അപകടകാരിയാണ് എന്നതിൻ്റെയും ഓർമ്മ. ചരിത്രം ഒരിക്കലും മറക്കാത്ത സംഭവങ്ങളുടെ എപ്പിസോഡുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ. ഇത് ഹിസ്റ്റോവ ബൈ സുധീസ് കേബ്സ്. ചില വെളിച്ചങ്ങൾ ലോകത്തെ പ്രകാശിപ്പിക്കില്ല, അവയെ ചാരമാക്കും.